അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, പണം കിട്ടുമ്പോ അള്ളാനെ മറക്കരുത്, സമ്പത്ത് കിട്ടുമ്പോ അള്ളാനെ മറക്കരുത്. പലരും അള്ളാനോട് സമ്പത്ത് താ അല്ലാ, സമ്പത്ത് താ അല്ലാ, പലരും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവർക്ക് ഞാനൊരു ചരിത്രം പറയാ, ഇത് കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്ക്, നിങ്ങൾക്ക് സമ്പത്ത് വേണോ, സമ്പത്തിനോടുള്ള ആർത്തി വേണോ? റസൂലുള്ള പറഞ്ഞത് വേണ്ടെന്നാണ്, മുത്തുനബി പറഞ്ഞത് പണം വേണ്ടെന്നാണ്, അതിനെ നിങ്ങൾ സ്നേഹിക്കരുതെന്നാണ് മുത്തുനബി പറഞ്ഞത്. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പ്രവാചകൻ അതാ സുബഹി കഴിഞ്ഞ് നോക്കുമ്പോ ഒരു സ്വഹാബി എഴുന്നേറ്റ് ഓടുകയാണ്. എല്ലാരും അള്ളാഹിനോട് പറയുന്നത് പടച്ചവനെ സമ്പത്ത് താന്ന. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ചരിത്രം കേട്ടിട്ട് വേണമെന്ന് തീരുമാനിക്കൂ, വേണോ വേണ്ടയോ. നമസ്കാരം കഴിയുമ്പോൾ ഒരു സഹാബി ഇറങ്ങി ഓടുക, പെട്ടെന്ന് പോവാ. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, കുറേ ദിവസമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ഇറങ്ങി പോന്ന കണ്ടപ്പോ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ ഇത്ര ധൃതി? നിനക്ക് അള്ളാഹിനോട് ചോദിക്കാനൊന്നുമില്ല, നീ ഓടുന്നല്ലോ. നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദുആയ്ക്ക് ഉത്തരമുണ്ടല്ലോ, നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദുആയ്ക്ക് ഉത്തരമുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉത്തരവില്ലേ? ഉണ്ട്. കൂട്ടപ്രാർത്ഥനയ്ക്കേ വിഷയമുള്ളൂ, അല്ലേ? തർക്കമുണ്ടെങ്കിലും കൂട്ടപ്രാർത്ഥന, നിസ്കാരം കഴിഞ്ഞുള്ള ദുആയ്ക്ക് ഇജാബത്തുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, നിനക്കൊന്നും ചോദിക്കാനില്ല? ഇല്ല നബിയെ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് നബിയെ. പക്ഷെ എന്റെ അവസ്ഥ എന്താണെന്നറിയോ? മുത്തുനബിക്ക് അറിയാമല്ലോ എന്റെ അവസ്ഥ എന്താ. ഞാൻ പാവപ്പെട്ടവനാ നബിയെ, ഞാൻ പാവപ്പെട്ടവനാണ്. ഞാൻ ഈ നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങി ഓടുന്നത് എന്തിനാണ് നബിയേ? എനിക്കും എന്റെ ഭാര്യയ്ക്കും നമസ്കരിക്കാൻ ആകെയുള്ളത് ഒരേ ഒരു ജോഡി വസ്ത്രം. എനിക്കും എന്റെ ഭാര്യയ്ക്കും നമസ്കരിക്കുന്ന സമയത്ത് ധരിക്കാൻ ഒരു ജോഡി വസ്ത്രമേ ഉള്ളൂ. ഈ നമസ്കാരം കഴിഞ്ഞ് ഇട്ടിരിക്കുന്ന വസ്ത്രം കൊണ്ട് എന്റെ വീട്ടിൽ കൊടുത്തിട്ട് വേണം എന്റെ ഭാര്യയ്ക്ക് നമസ്കരിക്കാൻ. എന്റെ ഭാര്യ വീടിന്റെ മുന്നിൽ, പടച്ചവനെ നിസ്കാരം കഥയാകുന്നതിന് മുമ്പ് എനിക്ക് ഓടിപ്പോകണം. ഈ വസ്ത്രം കൊണ്ട് കൊടുത്തിട്ട് വേണം, ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രം ധരിച്ചിട്ട് വേണം എന്റെ ഭാര്യയ്ക്ക് നമസ്കരിക്കാൻ. അല്ലാഹുവേ, അത് കൊടുക്കാൻ ഓടുന്നതാണ്. പടച്ചവനെ, ചിന്തിച്ചു നോക്ക്, ആ കുടുംബത്തിന്റെ പ്രയാസം എന്താണെന്ന് ചിന്തിച്ചു നോക്ക്. ആ കുടുംബത്തിന്റെ ദാരിദ്ര്യം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേദനിക്കുന്ന ഹൃദയത്തോടെ തന്റെ സങ്കടങ്ങൾ മുഴുവനും മുത്തുനബിയോട് പറഞ്ഞിട്ട് ആ സ്വഹാബി അവിടെ നിന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്കൊന്ന് ദുആ ചെയ്യുവോ നബിയേ? സമ്പത്ത് കിട്ടാനൊന്ന് ദുആ ചെയ്യുവോ? അല്ലാഹു ബറക്കത്ത് ചെയ്യാനൊന്ന് ദുആ ചെയ്യുമോ? റസൂലുള്ളാഹി പറഞ്ഞു വേണ്ട. മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു വേണ്ട. കാരണം പണം കൂടി കഴിഞ്ഞാ സർവ്വതും നഷ്ടപ്പെട്ടു പോകും, ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു പോകും. സഹാബി ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, ഞാൻ മാറിപ്പോകുമോ നബിയേ? ഞാൻ മാറിപ്പോകുമോ നബിയേ? അള്ളാന്റെ റസൂലിനോട് പറയുന്നു, ഞാൻ നിങ്ങളുടെ സഹാബിയാ, മുത്തുനബിയുടെ കയ്യിൽ പിടിച്ചവരാ, അങ്ങയുടെ പുറകെ നിന്ന് നിസ്കരിക്കുന്നവനാണ്. എനിക്ക് പണം കിട്ടിയാ ഞാൻ അള്ളാനെ മറക്കുവോ? ഞാൻ അഹങ്കാരിയായി പോകുമോ? ഒരിക്കലും ഞാൻ അങ്ങനെയാകില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനെ കാണുമ്പോഴൊക്കെ ഈ സ്വഹാബി ഇങ്ങനെ പറയുകയാണ്. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന് അവിടുന്ന് ദുആ ചെയ്തു, നാഥാ, നീ ബറക്കത്ത് നൽകണേ അല്ലാ. മുത്തുനബി അവിടുന്ന് ദുആ ചെയ്യുകയാണ്. ആ ദുആ തള്ളപ്പെടില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്തു. അല്ലാഹുവേ, പിന്നെ ആ മനുഷ്യൻ അല്ലാഹു അനുഗ്രഹങ്ങൾ ഇങ്ങനെ വാരിക്കൊടുക്കുകയാണ്. അവിടുന്ന് പടച്ചവന് മൃഗങ്ങളിൽ അല്ലാഹു പറയോ 5 നേരം പള്ളിയിൽ നമസ്കരിക്കാൻ വന്നിരുന്ന സ്വഹാബി, ഈ സ്വഹാബിക്കൊരു വിളിപ്പേരുണ്ടായിരുന്നു, പള്ളിയുടെ മാടപ്രാവെന്നായി സ്വഹാബിയെ വിളിച്ചിരുന്നത്. കാരണം ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ പള്ളിക്കകത്ത് വരുമായിരുന്നു. അതുകൊണ്ട് സ്വഹാബികൾ വിളിച്ചു പള്ളിയുടെ മാടപ്രാവ്. മാടപ്രാവ് കാരണം ബാങ്ക് വിളിക്കുമ്പോ പള്ളിക്കകത്തിരുന്ന സ്വഹാബി, പടച്ചവനെ, ജോലി കൂടി, പണം കൂടി, 5 നേരം വന്നവൻ പിന്നെ 2 നേരമായി. പടച്ചവരെ, 2 നേരം പള്ളിയിലായി. പിന്നെ പള്ളിയിൽ എല്ലാ ദിവസവും വരാൻ കഴിയുന്നില്ല, ആഴ്ചയിൽ വെള്ളിയാഴ്ച മാത്രമായി. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാണ്, പിന്നെ പള്ളിയിൽ പോലും വരാത്ത അവസ്ഥയായി.
എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം ആ മനുഷ്യന് സദക്ക കൊടുക്കാതെ, സക്കാത്ത് കൊടുക്കാതെ പാവപ്പെട്ടവരെ ആട്ടി ഓടിക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യന്റെ ചരിത്രം അല്ലാഹുവേ അവിടെ നിന്ന് കാണാം. അവസാനം അവിടെ നിന്ന് കാഫിറായി ചത്തുപോയെന്ന് അല്ലാഹുവിന്റെ ചരിത്രം പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുന്നു, അല്ലാഹുവിന്റെ പ്രവാചകനെ കണ്ടിരുന്ന ഈ സ്വഹാബി ഉണ്ടല്ലോ, അവസാനം പണത്തിനോടുള്ള ആർത്തി കൂടിയപ്പോ അവസാനം കാഫിറായി ചത്തുപോയെന്ന് ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, പണം അനുഗ്രഹമല്ല, അത് അല്ലാഹുവിന്റെ ഒരു പരീക്ഷണ വസ്തുവാണ്. അതിനോട് ആർത്തി കൂടി കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് അത് പറഞ്ഞുകൊണ്ട് മരിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ കഴിയണമെന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹു നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ, ഏറ്റവും കുറഞ്ഞതൊരു അൽഹംദുലില്ലാ എങ്കിലും പറയാൻ, നമ്മളെ കൊണ്ട് കഴിയണം. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരു അൽഹംദുലില്ലാ എങ്കിലും പറയാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പോൾ ഒരു അൽഹംദുലില്ലാ പറഞ്ഞേ. ഈ അൽഹംദുലില്ലാ വേണ്ട, ഇത്തിരി നല്ല പോലെ അതങ്ങോട്ട് ഉള്ളീന്ന് വരണം. ചുമ്മാ അത് അൽഹംദുലില്ലാ അസ്തഗ്ഫിറുല്ലാ പറഞ്ഞിട്ടുണ്ടത്തില്ലേ, അതല്ല ഒരൊറ്റ അൽഹംദുലില്ലാ. ഇത്രയും നാളും അല്ലാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയായിട്ട് മനസ്സറിഞ്ഞിട്ടൊന്ന് പറ, സ്വർഗത്തിൽ പോകാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരൽഹംദുലില്ലാ പറ. അങ്ങോട്ട് ഉള്ളീന്ന് വരുന്നില്ല. അത് ഉള്ളീന്ന് വരണമെങ്കിൽ സമയത്തിരി എടുക്കൊണ്ട് ഞാൻ പറയണില്ല, പിന്നെ അതിനെക്കുറിച്ച് മാത്രം പറയേണ്ടി വരും. ആ അൽഹംദുലില്ലാ നിങ്ങളെ കൊണ്ട് നല്ല രീതിയിൽ മനസ്സല്ല കണ്ണ് നിറഞ്ഞിട്ട് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിയും. അങ്ങനെ ചരിത്രമുണ്ട്. പക്ഷെ നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകണില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇപ്പൊ തന്നെ 10 മണിയായി, 50 ഇപ്പൊ തന്നെ 3:45 കഴിഞ്ഞു.